ലിങ്ക്ഡിനിൽ ഒരു പുതിയ ജോബ് റോൾ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യു മസ്റ്റ് നോ ദാറ്റ് ദ ഹയറിംഗ് അതോറിറ്റി ഡേസ് ദ 4 things are how you look, what do you interest with, and what do you talk about. Finally, is it matching the role you are applying for it? ഈ 4 എസെൻഷ്യൽ തിങ്സുകൾ അടങ്ങുന്ന ഒരു ഒപ്റ്റിമൈസ്ഡ് പ്രൊഫൈൽസ് എങ്ങനെയാണ് എന്നുള്ളതിന് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ റെഫർ അവർ പ്രീവിയസ് വീഡിയോസ്. Going to our new session, tips and tricks of LinkedIn. Tip number 1, usage of frames. നിങ്ങളൊരു എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ അഥവാ ജോബ് സെർച്ച് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ടു വർക്ക് എന്നുള്ള ഫ്രെയിം യൂസ് ചെയ്യാം. അഥവാ നിങ്ങളൊരു ഹയറിംഗ് മാനേജർ ആണ്, ഒരു ഹയറിംഗ് അതോറിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹയറിംഗ് ടാഗ് യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ പ്രൊഫൈലിലെ ഇൻഫോഗ്രാഫിക് സെക്ഷനിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ ടിപ്പ്, കസ്റ്റമൈസ്ഡ് URL. നിങ്ങളുടെ URL കസ്റ്റമൈസ്ഡ് ആക്കുവാണ് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ പേര് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് മച്ച് ബെറ്റർ ഫോർ എൻ ഒപ്റ്റിമൈസ്ഡ് പ്രൊഫൈൽ. ആൻഡ് ദ തേർഡ് വൺ ഈസ് അവർ പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് ഷുഡ് ബി റെലവൻറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോസ്റ്റിൻ്റെ റീച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ട്രിക്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ലിങ്ക്ഡിൻ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മുടെ പോസ്റ്റിന് ഒരു സ്റ്റോറി പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരു ഫെയിലിയറിൽ നിന്നും സക്സസ്സിലേക്കുള്ള സ്റ്റോറി, ആൻഡ് ആ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷനിൽ കൂടെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മോട്ടിവേഷൻ എന്നത് നോട്ട് ജസ്റ്റ് മീ, എവരി വൺ ക്യാൻ ഡു ദിസ്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം എന്നുള്ളത് നമ്മുടെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവരിൽ ഉണരണം. സോ ആ കൈൻഡ് ഓഫ് അത്തരം രീതിയിലുള്ള പോസ്റ്റിംഗ് നിങ്ങൾ റെലവൻ്റ് ആയി കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ് വൺ, നമ്മുടെ ഈ പോസ്റ്റിലെല്ലാം തന്നെയും വയലേഷൻ കണ്ടൻസുകളോ പൊളിറ്റിക്കൽ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻസുകളോ ഇൻക്ലൂഡ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ടിപ്സാണ് നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് ഈസ് അവോയ്ഡ് നെഗറ്റീവ് കമൻറ്റ്സ്. നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ ലിങ്ക്ഡിൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെയും ലിങ്ക്ഡിൻ അനലിറ്റിക്സിൽ റെക്കോർഡഡ് ആണ്. നമ്മുടെ ഒരു ഹയറിംഗ് അതോറിറ്റി വന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു ഇമേജ് നൽകുന്ന സെക്ഷനാണ് നമ്മുടെ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് പോസ്റ്റുകൾക്കായാലും നെഗറ്റീവ് കമൻസുകൾ ഇടുന്നത് വഴി നമ്മളുടെ ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണ് അവിടെ എക്സ്പ്രസീവ് ആകുന്നത്. സോ മാക്സിമം നിങ്ങളുടെ ഏത് പോസ്റ്റുകളായാലും ആരുടെ പോസ്റ്റുകളായാലും നെഗറ്റീവ് കമൻസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ടിപ്പ് ഈസ് കണ്ടിന്യൂ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹയറിംഗ് മാനേജർ. നമ്മളിടുന്ന ഒരു പോസ്റ്റുകൾക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുടെയും പോസ്റ്റുകൾക്കോ ഏതെങ്കിലും ഒരു ഹയറിംഗ് മാനേജർ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ടേക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ഒരു പോസ്റ്റിന് നേരെ ഒരു MNCയിലുള്ള ഒരു ഹയറിംഗ് മാനേജർ വന്ന് എന്തെങ്കിലും ഒരു അവരുടെ ഒരു സജഷൻ നമുക്ക് പറഞ്ഞു തരുവാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഓക്കെ താങ്ക് യുയിൽ നിർത്താതെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇങ്ങനെയാണെങ്കിൽ ഇത്രയും നന്നായിരിക്കുമല്ലേ എന്നുള്ള രീതിയിൽ ഒരു കണ്ടിന്യൂഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കാനും അതുവഴി നമുക്ക് അവരുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും പോസിബിൾ ആണ്. ആൻഡ് ദ ലാസ്റ്റ് ടിപ്പ് ഈസ് യൂസേജ് ഓഫ് സർവീസ് പേജ്. ലിങ്ക്ഡിൻ എസ്പെഷ്യലി ഫ്രീലാൻസേഴ്സിനായിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സർവീസ് പേജ് എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിമൈസ്ഡ് പ്രൊഫൈലിന് അഡീഷണൽ ആയിട്ട് നമ്മുടെ സ്കില്ലുകളെ നമുക്ക് എക്സ്പ്രസീവ് ആക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സർവീസ് പേജ് എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും തന്നെ ഈ ടിപ്സുകളും ട്രിക്സുകളും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് സെക്ഷനിൽ കാണുന്നത് വരെ വൈൻഡിങ് ഓഫ്. ബൈ.